പൂഞ്ഞാർ എം.എൽ.എ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടക്കുകയായിരുന്നു. വാസ്തവത്തിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജോസ് കെ മാണിയുമായി ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ്. അത് പിരിയലിൻ്റെ വക്കിലേക്ക് കലാശിക്കാൻ കാരണമായത് വലിയ തോതിലുള്ള ഒരു പാർട്ടിക്കകത്തെ ഇൻറ്റേർണൽ റിഫ്റ്റ് തന്നെയാണ് എന്ന് തന്നെ വ്യക്തമാകുന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് പകരമായി അവിടെ ജോർജ് കുട്ടി അഗസ്റ്റിയെ എം.എൽ.എ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ആദ്യം നടന്നത്. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ ജോർജ് കുട്ടി അഗസ്റ്റിയെ വീണ്ടും അവിടെ വിജയിപ്പിക്കാൻ യാതൊരു രീതിയിലും സാധിക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് മനസ്സില്ലാ മനസ്സോടുകൂടി രണ്ടാം നിരക്കാരനായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. വാസ്തവത്തിൽ കോൺഗ്രസുമായി മികച്ച രീതിയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കുളത്തുങ്കൽ. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അറിയാം, കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. അവിടെ നിന്നാണ് കേരള കോൺഗ്രസിലേക്ക് പയ്യെ ചുവട് മാറ്റി പിടിച്ചത്. നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം തീർച്ചയായും ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുള്ള നേതാവാണ് എന്ന തിരിച്ചറിവിലാണ് PC ജോർജിനെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ പേര് നിയോഗിച്ചത്. PC ജോർജ് 2016 സ്വതന്ത്രനായി നിന്നുകൊണ്ട് 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിച്ച പൂഞ്ഞാറ്റിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അട്ടിമറി സാധ്യത നേടിയെടുക്കും എന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തതയുണ്ടായി. അതുപോലെ തന്നെ പാലിക്കപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ മാണി സി കാപ്പനെ പോലെ തന്നെ കൃത്യമായും ജോസ് കെ മാണിക്ക് എതിരായി ശക്തമായി നീങ്ങാൻ ശ്രമിക്കുകയാണ് കുളത്തുങ്കൽ. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറാൻ ശക്തമായി ആലോചിക്കുകയാണ്. വാസ്തവത്തിൽ PC ജോർജിനെ രാഷ്ട്രീയപരമായി എതിർക്കുന്നവരിൽ മുൻപന്തിയിലാണ് PJ ജോസഫ്. അദ്ദേഹത്തിനെ വ്യക്തിപരമായി അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും എല്ലാ രീതിയിലുള്ള വൃത്തികെട്ട കളികൾക്കും ആഹ്വാനം ചെയ്തുകൊണ്ട് LDF-ലായിരുന്നപ്പോഴും VS അച്യുതാനന്ദന് PC ജോർജ് ഊമക്കത്തുകൾ നൽകിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. PC ജോർജ് കൃത്യമായും PJ ജോസഫിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, PJ ജോസഫിന് കൃത്യമായും മന്ത്രിസ്ഥാനം VS സർക്കാരിൽ നഷ്ടപ്പെട്ടതിന് കാരണമായ ആ എയ്റോപ്ലെയിൻ സംഭവം, അന്നൊരു വനിതയെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണം അതിശക്തമായി വന്നപ്പോഴാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നതും പിന്നീട് കോതമംഗലം MLA ആയിരുന്ന TU കുരുവിള ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ മകനെതിരെയുള്ള വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം, ഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം വരികയും അദ്ദേഹം രാജിവെക്കേണ്ട അവസ്ഥയിൽ ഒടുവിൽ മോൻസ് ജോസഫിലേക്ക് മന്ത്രിസ്ഥാനം എത്തുകയും ചെയ്തു. ഇന്ന് പാർട്ടിയിൽ 2 MLA-മാർ മാത്രമാണ് ഉള്ളത്. അതായത് ജോസഫ് ഗ്രൂപ്പിൽ PJ ജോസഫ് എന്ന തൊടുപുഴ MLA, മോൻസ് ജോസഫ് എന്ന കടുത്തുരുത്തി MLA. ഈ 2 MLA-മാർ മാത്രമേ ഉള്ളൂ എങ്കിലും കോട്ടയം പിടിച്ചടക്കിയതോടെ ജോസഫ് ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് കൽപ്പിക്കപ്പെടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 10 സീറ്റെങ്കിലും നേടി കരുത്ത് തെളിയിക്കാനാണ് PJ ജോസഫിൻ്റെ നീക്കം. അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ജോബ് മൈക്കിൾ അടക്കമുള്ളവർ ജോസഫിൻ്റെ കൂടി അണിനിരക്കും എന്നത് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂടി ജോസ് കെ മാണിയെ ഉപേക്ഷിക്കുന്നത്.